ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹെൽപ്പ് മീ ലോട്ട്. ഞാൻ ബെൻസി. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഇഡലി, ദോശ എന്നിവയ്ക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പേ ഇന്നലത്തെ പോസ്റ്റിൽ വന്ന 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിതിൽ പറയുന്നു. അതായത് ഒരു ക്വസ്റ്റ്യൻ, ഈ പശയുള്ള അരിയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത്. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അത് പശയുള്ള അരിയാണെന്ന് മനസ്സിലായാൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് ഉഴുന്നിൻ്റെ അളവ് കൂട്ടും. സാധാരണ 1 ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഉഴുന്നാണെങ്കിൽ ഞാൻ കുറച്ച് ഉഴുന്നിൻ്റെ അളവ് കൂട്ടിയിട്ട് ഇത് ആട്ടുമ്പോൾ, അരിയും ഉഴുന്നുമൊക്കെ ആട്ടുമ്പോൾ നല്ല തണുത്ത ഐസ് വെള്ളത്തിലാണിത് ആട്ടിയെടുക്കുന്നത്. ഇതൊരു പരിധി വരെ നമുക്കത് സോഫ്റ്റ് ആവാൻ സഹായിക്കും. അത് നിങ്ങളിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ വന്നത്, ഈ അരയ്ക്കുന്നത് ഗ്രൈൻഡറിലാണോ അതോ മിക്സി ജാറിലാണോ എന്നുള്ളത്. ഞാൻ സാധാരണ മിക്സി ജാറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സംശയം മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പോസ്റ്റിലേക്ക് വരാം. ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് ഞാൻ 3 രീതികളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തത്, ഈ മാവ് അരച്ച് അത് ഒരുമിച്ച് തന്നെ പുളിപ്പിക്കാൻ വെക്കും. രാത്രിയിൽ അരച്ച്, രാവിലത്തേക്കാണെങ്കിൽ രാത്രിയിൽ അരച്ച് രാവിലെ വരെ പുളിപ്പിക്കാൻ വെക്കുമ്പോൾ ഈ മാവെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വെച്ച ശേഷം പിറ്റേന്ന് രാവിലെ എടുത്ത് ഒന്നുകിൽ ആ പാത്രത്തിൽ നിന്ന് തന്നെ എടുത്ത് ആവശ്യത്തിനുള്ള ദോശയോ ഇഡലിയോ ഉണ്ടാക്കിയ ശേഷം ആ പാത്രം ഫ്രിഡ്ജിൽ വെക്കും പിറ്റേന്നത്തേക്ക്. ഇത് 1 ദിവസത്തേക്കേ പറ്റത്തുള്ളൂ ഇങ്ങനത്തെ മെത്തേഡ്. കാരണം ഇങ്ങനെ ചെയ്യുന്നത് 1 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ചെയ്താൽ അത് 3-ാമത്തെ ദിവസം ഇത് കട്ടിയായിട്ടേ കിട്ടത്തുള്ളൂ. എനിക്കങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് പിന്നെ സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, കട്ടിയായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ആവശ്യത്തിന് ചുട്ട ശേഷം ആ പാത്രം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുക. 2ാമത്തെ മെത്തേഡ്, ഇതുപോലെ തന്നെ ഒരുമിച്ച് പുളിപ്പിച്ച ശേഷം രാവിലെ എടുത്ത് ആവശ്യത്തിന് എടുത്ത് മാറ്റിയ ശേഷം ബാക്കി വേറെ ഒരു പാത്രത്തിൽ, അതായത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ ഇളക്കി ഒരു പാത്രത്തിൽ മാറ്റി ഫ്രിഡ്ജിൽ വെക്കും. ഉപ്പ് ചേർക്കത്തില്ല. ഈ ചൂടുന്നതിന് മുമ്പേ ഞാൻ ഉപ്പ് ചേർക്കത്തുള്ളത് ഇന്നലത്തെ പോസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചൂടാനുള്ളത് സെപ്പറേറ്റ് മാറ്റി, പിറ്റേന്നത്തേക്കുള്ളത് സെപ്പറേറ്റ് മാറ്റി ഫ്രിഡ്ജിൽ വെക്കും. മനസ്സിലായോ? ഈ രീതിയിൽ വെക്കുന്നത്. പിന്നെ 2ാമത്തെ ദിവസം ഈ മാവ് നമ്മൾ എടുക്കുമ്പോൾ, കാരണം ഓൾറെഡി ഇത് നന്നായിട്ട് പുളിച്ച ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചത്, അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ ചുടുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്ങാണം പുറത്ത് വെച്ചാൽ മതി, ജസ്റ്റ് ഈ തണുപ്പൊന്ന് മാറാൻ. ഇതാണ് 2ാമത്തെ മെത്തേഡ്. ഇനി 3ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഈ മാവ് അരച്ച ശേഷം ഒരു മണിക്കൂർ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് പുറത്ത് തന്നെ വെക്കുക. 1-2 മണിക്കൂർ ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടി പുറത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത്, ഇതൊരു 3-4 ദിവസത്തേക്ക് അരയ്ക്കുന്നവരുടെ കാര്യമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇത് സെപ്പറേറ്റ് പാത്രത്തിൽ, അതായത് പിറ്റേന്നത്തേക്ക് 1-ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, അങ്ങനെ 3 ദിവസത്തേക്കാണ് അരയ്ക്കുന്നതെങ്കിൽ 3 പാത്രത്തിൽ ഈ അരപ്പരച്ച് 1 മണിക്കൂറിനോ 2 മണിക്കൂറിനോ ശേഷം ഈ 3 പാത്രത്തിലാക്കി ഉപ്പ് ചേർക്കാതെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ഇതിപ്പം നാളെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട്, ഇപ്പം നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് വേണതെങ്കിൽ ഇന്ന് വൈകിട്ട് ഇതിൽ നിന്നൊരു പാത്രം എടുത്തിട്ട്, അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കൊച്ചു പാത്രമാണെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച് പുളിപ്പിക്കാൻ വെക്കണം. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞു, ഇത് പുളിക്കുമ്പോൾ ഇത് പൊങ്ങുന്നല്ലോ അല്ലേ. അതുകൊണ്ട് കൊച്ചു പാത്രത്തിൽ വെച്ചാൽ പുളിച്ച് തൂങ്ങിപ്പോവും. അതുകൊണ്ട് വലിയ പാത്രത്തിൽ ഒഴിച്ച് ഇത് പുളിക്കാനായിട്ട് വെക്കുക. പിറ്റേന്ന് രാവിലെ ഉപ്പ് ചേർത്ത് സാധാരണ ചുടുന്നത് പോലെ ചുട്ടെടുക്കുക. മനസ്സിലായോ? ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റായിട്ട് ഇട്ടാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇന്നലത്തെ ടിപ്പിൽ ഞാൻ പറയാൻ മറന്നുപോയി. ഈ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇഡലി പാത്രത്തിൻ്റെ തട്ടും ഈ വെള്ളം ചൂടാവാൻ വെക്കുമ്പോൾ ഈ തട്ടിനകത്ത് നല്ല വെളിച്ചെണ്ണ പുരട്ടി അതും കൂടെ വെച്ച് ആവി കയറ്റിയെടുക്കണം. കാരണം ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇഡലി അടുക്കി പിടിക്കും, മീൻസ് ഇളക്കി എടുക്കുമ്പോൾ നല്ലപോലെ വരുന്നില്ല, അത് ഇളകി വരുന്നില്ല, പറ്റി പിടിക്കുന്നു, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ റീസൺ ഇതാണ്. അത് ഉണങ്ങിയിരിക്കുമ്പോൾ തന്നെ, അതിൽ മയമില്ലാത്ത ഇരിക്കുമ്പോൾ തന്നെ അതിൽ ഇത് മാവ് കോരി ഒഴിക്കുന്നുണ്ട് ഈ അബദ്ധം പറ്റുന്നത്. ഇതിനുള്ള ഒരു പ്രതിവിധി,
ഈ വെള്ളം ചൂടാക്കുമ്പോൾ ഇഡലി തട്ട് പാത്രത്തിൽ വെച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് വെച്ചിട്ട് ചൂട് കയറ്റി ആ തട്ടെടുത്ത് മാവ് കോരി ഒഴിച്ച് ഇഡലി ഉണ്ടാക്കുക. ഇഡലി വെന്ത് കഴിഞ്ഞ് പുറത്തെടുത്ത് കഴിഞ്ഞ് ഉടനെ കുറച്ച് നല്ല പച്ചവെള്ളം ഇഡലിയുടെ മുകളിൽ തളിക്കുക. അത് തളിച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതങ്ങനെ വെച്ചേക്കുക. കാരണം തണുക്കാൻ. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് സ്പൂണും കൊണ്ട് ഇളക്കാതെ തന്നെ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് തട്ടിയാൽ തന്നെ ഇത് പാത്രത്തിൽ വീണ് കിട്ടും. അതല്ലെങ്കിൽ സ്പൂണും കൊണ്ട് സൈഡിൽ നിന്ന് തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.